നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും കൂടുതലാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വലിയ അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗഡ്. ആ ആൾക്കൂട്ടത്തിനിടയിൽ വേറിട്ട് നിൽക്കാൻ എത്ര പേർക്ക് കഴിയുന്നു? ആ ആൾക്കൂട്ടത്തിനിടയിൽ വ്യത്യസ്തനായി നിൽക്കാൻ എത്ര പേർക്ക് കഴിയുന്നു? ആ ആൾക്കൂട്ടത്തിനിടയിൽ പവർഫുള്ളായിട്ട് നിൽക്കാൻ എത്ര പേർക്ക് കഴിയുന്നു? അവിടെയാണ് നമ്മളുടെ വിജയം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത്. അല്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓടാൻ തുടങ്ങിയാൽ നമ്മുടെ ഓട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമുക്ക് വ്യത്യസ്തനായി നിൽക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് വലിയ സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് പ്രത്യേകിച്ച് +2 കഴിഞ്ഞ് കോളേജുകളിലേക്കൊക്കെ ഡിഗ്രിക്ക് വന്ന കുട്ടികളുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമൊക്കെ ആയിട്ട് വളരെ ബിസിയായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം മാതാപിതാക്കളെയും കുട്ടികളെയും ഒക്കെ ഈ സമയത്ത് പേഴ്സണലായിട്ട് കാണുകയും ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പലപ്പോഴും പേരൻസിലും കുട്ടികളിലും ഒക്കെ കാണുന്ന ആകുലതകൾ ഞാൻ നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയില്ല, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിരാശകളൊക്കെ പലരിലും കാണുന്നുണ്ട്. അപ്പോൾ അവരെടുത്തിരിക്കുന്ന കോഴ്സിനോടും അവർ വന്നിരിക്കുന്ന കോളേജിനോടും ഒക്കെ ഒരു അതൃപ്തി പലരിലും ഉണ്ട്. വേറൊരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടുതലായിട്ട് ഈ പ്ലേസ്മെൻറ്റിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും ഒക്കെ അമിതമായി ഒരു 18-19 വയസ്സിൽ തന്നെ അമിതമായി ചിന്തിക്കുന്ന കുട്ടികളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനൊക്കെ ഒരു പരിധിവരെ കാരണം വീട്ടിലെയൊക്കെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ധൃതി, എത്രയും പെട്ടെന്ന് പണമായി മാറ്റാനുള്ള ഒരു ധൃതിയൊക്കെ അത് അനാവശ്യമാണ്. ഒരു കാര്യവുമില്ല. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് കുട്ടികൾക്ക് സമാധാനത്തോടു കൂടി ഒരു ഗ്രാജുവേഷനെങ്കിലും പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഗ്രാജുവേഷനൊക്കെ 3-4 കൊല്ലം പഠിച്ചാൽ എന്താണ് ഗുണം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രാജുവേഷനൊക്കെ നമ്മൾ ഒരു കോളേജിൽ ചെന്ന് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിൽ വലിയ രൂപാന്തരങ്ങളുണ്ടാകുന്നത്, കാഴ്ചപ്പാടുകളുണ്ടാകുന്നത്, നൈപുണ്യങ്ങൾ വികസിക്കുന്നത്, ഏതെങ്കിലും ഒരു ഡൊമൈനിലൊക്കെ നമുക്കൊരു എക്സ്പേർട്ടൈസ് ഉണ്ടാകുന്നത്, നമുക്ക് ധാരാളം ആൾക്കാരുമായിട്ട് ഇടപെടാനും ലോകവുമായിട്ട് ഇടപെടാനും സമൂഹവുമായിട്ട് ഇടപെടാനും നമ്മളിലെ കഴിവുകളൊക്കെ രൂപപ്പെടുത്തിയെടുക്കാനും നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനും ഒക്കെയുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ 3-4 കൊല്ലം നമ്മൾ വേസ്റ്റ് ചെയ്യുകയാണെന്നുള്ള ചിന്ത തന്നെ തെറ്റാണ്. ഇനി എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത്? ഈ 3-4 വർഷങ്ങളിൽ തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കുട്ടി, അവന് BA ലിറ്ററേച്ചർ എടുത്ത് പിന്നെ ഒരു കോളേജിൽ പഠിക്കുന്നു. ഞാൻ ചെന്ന ഒരു കോളേജിൽ എനിക്ക് കമ്പയർ ചെയ്തതും പുള്ളിയായിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ നല്ല വോയിസ് മോഡുലേഷനോടെ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് ഒരു 2-3 കൊല്ലം കൊണ്ട് പുള്ളി മാറിക്കഴിഞ്ഞു. അത്തരം ധാരാളം വേദികളിലൊക്കെ അവൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു. സ്വന്തമായിട്ട് ട്യൂഷനും ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ എടുത്ത് പൈസ ഉണ്ടാക്കുന്നു. എനിക്ക് പാർട്ട് ടൈം ജോലി പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ധാരാളം കുട്ടികളെ അറിയാം. സൂപ്പർ മാർക്കറ്റിൽ പോയി വൈകുന്നേരമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികൾ, റെസ്റ്റോറൻറ്റിൽ പോയി ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികൾ, സ്വന്തമായിട്ട് കാറും ബൈക്കും ഒക്കെ കഴുകുന്ന കുട്ടികൾ, പലതരത്തിലുള്ള ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പാർട്ട് ടൈമായിട്ട് വിൽക്കുന്ന കുട്ടികൾ, പല സ്ഥാപനങ്ങളിലും പോയി പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ നമുക്ക് ഈ ജോലി ചെയ്യുന്ന പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ എൻഗേജ് ചെയ്യാനും നമുക്ക് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാനും സാധിക്കും. അതൊക്കെ നമ്മളാണ് കണ്ടെത്തേണ്ടത്. നമ്മളെ എന്ത് കാര്യത്തിന് ഉപയോഗപ്പെടുത്താം, എന്ത് കാര്യം. എനിക്കറിയാവുന്നൊരു കുട്ടി, അവൾ ടൈലറിങ് പഠിച്ചിട്ട് ഓൾട്ടറേഷൻസ് ഒക്കെ ചെയ്യുകയാണ് വീട്ടിലിരുന്ന്. ധാരാളം ആൾക്കാരാണ് അവളെ തേടി വരുന്നത്. ഷീ മേക്സ് ഗുഡ് മണി. അപ്പം ഇതെല്ലാം നമുക്കൊരു ഡിഗ്നിറ്റി ഓഫ് ലേബർ ഉണ്ടെങ്കിൽ, നമുക്ക് അധ്വാനിക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ, പ്ലാന്റ്സിൻ്റെയൊക്കെ ചെറിയ തൈകൾ കിളിപ്പിച്ചെടുക്കുകയും അത് വിപണനം ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. പിന്നെ ചെറിയ കട്ടിങ്സൊക്കെ കിളിപ്പിച്ചെടുക്കുക, എയർ ലെയർ ചെയ്യുക, ഗ്രാഫ്റ്റിംഗ് ചെയ്യുക, എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ ബയോളജി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ടിഷ്യൂ കൾച്ചർ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ അവരവരുടെ കപ്പാസിറ്റി, അവരവരുടെ നോളജ്, അവരവരുടെ ടാലൻറ്റും അവരവരുടെ സ്ട്രെങ്തും ഒക്കെ അനുസരിച്ച് എന്ത് പണികൾ വേണേലും ചെയ്യാം. 4 കുട്ടികളായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് അവർ പോയി ക്ലീനിങ് ചെയ്തു കൊടുക്കുന്നു, വീടുകളിലൊക്കെ ക്ലീനിങ് ചെയ്തു കൊടുക്കുന്നു. ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ അവർ പോയിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ട്. ഇതിനൊന്നും ആരെയും ഒരു ദുരഭിമാനം ആവശ്യമില്ല. അപ്പോൾ നമുക്കതിൻ്റെ കൂടെ എന്താ ഗുണം? നമുക്കൊരു കോളേജിൽ പോയി ഒരു ഗ്രാജുവേഷനൊക്കെ സന്തോഷത്തോടെ പഠിക്കാനും, പിന്നെ സിനിമയ്ക്കൊക്കെ പോകേണ്ടപ്പോൾ ആരോടും പൈസ ചോദിക്കാതെ സിനിമയ്ക്കൊക്കെ പോകാനും, ട്രാവൽ ചെയ്യേണ്ടപ്പോൾ ട്രാവൽ ചെയ്യാനും, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെ എൻജോയ്
ചെയ്തൊരു 3-4 വർഷം പഠനവും ജോലിയും ഒക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിലൂടെ നമുക്ക് കിട്ടുന്നൊരു സോഷ്യൽ ഇൻ്റലിജൻസാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്നത്. പലപ്പോഴും ഇതൊന്നും പേരൻസിനും മനസ്സിലാകുന്നില്ല, കുട്ടികൾക്കും മനസ്സിലാകുന്നില്ല. എവിടെയെങ്കിലും പോയിട്ട് തട്ടിപ്പ് കോഴ്സിലൊക്കെ ചേരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയായിട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു 1 ഇയറിൻ്റെ ഏതാണ്ട് ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്നും പറഞ്ഞൊരു കോഴ്സിന് +2 കഴിഞ്ഞിട്ട് പോയി ചേർന്നിരിക്കുകയാണ്. ആ കുട്ടിക്ക് എന്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും? എവിടെ അതിന് ജോലി കിട്ടും? പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പ് കോഴ്സുകളിൽ നമ്മുടെ കുട്ടികളൊക്കെ പോയി ചേരുകയാണ്. നല്ല അന്തസ്സുള്ള കോളേജിലൊക്കെ പോയി പഠിച്ചാൽ നമ്മുടെ കൂടെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു നല്ല മെന കാണും. അവരുമായിട്ടൊക്കെ ഇടപെട്ടോ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കാഴ്ചപ്പാടും ദർശനമൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ പേഴ്സണാലിറ്റിയെ പവർഫുൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏത് കോഴ്സ് പഠിച്ചു, ഏത് കോളേജിൽ പഠിച്ചു, എന്ത് കിട്ടി, എന്ത് കിട്ടിയില്ല, ഇതിനേക്കാളൊക്കെ പ്രധാനം നിങ്ങൾ എങ്ങനെ പഠിച്ചു, നിങ്ങളെങ്ങനെയാണ് ഓരോ കാര്യങ്ങളോടും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളോടും നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്. ഇന്ന് ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, സാറേ ഇവിടെയൊക്കെ തീരെ ശമ്പളം കുറവാണ്, വിദേശ രാജ്യത്തൊക്കെ ഭയങ്കര ശമ്പളമാണ്. 20,000 പേരെയാണ് അതിരാവിലെ ഒരു ഇമെയിലിലൂടെ വലിയൊരു കമ്പനി പിരിച്ചുവിട്ടത് വിദേശ രാജ്യത്ത്. ഇത്രയുള്ള ഈ വിദേശ രാജ്യം എന്നൊക്കെ പറയുന്നത്. പല രാജ്യങ്ങളിലും ഓട്ടോമേഷനും AI ഒക്കെ വന്നിട്ട് ധാരാളം മനുഷ്യരെയാണ് പിരിച്ചുവിടുന്നത്. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒന്നും എവിടെ ചെന്നാലും നിങ്ങളുടെ പേഴ്സണൽ ക്വാളിറ്റീസിലൂടെ, നിങ്ങളുടെ സ്ട്രെങ്തിലൂടെ, നിങ്ങളുടെ അധ്വാനത്തിലൂടെ മാത്രമാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും. അവനവൻ്റെ നാട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനൊരു ഐഡൻറ്റിറ്റി കിട്ടുന്നു, അതിന് കുറച്ചുകൂടെ ഒരു വാലിഡേഷൻ കിട്ടുന്നു, അതിന് കുറച്ചുകൂടെ നമ്മുടെ പേരൻസിനെയും ബന്ധുക്കളെയും നമ്മുടെ സിബിളിങ്സിനെയും ഒക്കെ ചേർത്ത് പിടിച്ച് ഇതെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതേ ഉള്ളൊരു അഡ്വാൻറ്റേജ്. എവിടെ പോയി വേണമെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. എവിടെ പോയാലും ജീവിക്കണമെങ്കിൽ മെൻ്റൽ സ്ട്രെങ്തും പേഴ്സണാലിറ്റിയും ക്വാളിറ്റീസും ഒക്കെ ആവശ്യമാണ്. വിദേശത്തൊക്കെ ചെന്ന പല മലയാളികളും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രൂട്ടലായിട്ടുള്ള ചില ഫാക്ട്സ് ഉണ്ട്, ചില റിയാലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കാൻ, അതിനുവേണ്ടി എക്യുപ്പ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഏത് സാഹചര്യത്തെയും നേരിടാം, ഏത് രാജ്യത്തും സക്സസ്ഫുൾ ആകുക, ഏത് സാഹചര്യത്തിലും നമുക്ക് വിജയിച്ചു വരാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ളൊരു കാര്യമാണ്. അതൊരു കോളേജോ ഒരു കോഴ്സോ ഒന്നുമല്ല നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഡിഗ്നിറ്റി ഉയർത്തുക, നമ്മുടെ വാല്യൂ ഉയർത്തുക, നമ്മളുടെ റെസ്പെക്റ്റ് ഉയർത്തുക, ഇത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഇതെങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഞാൻ ഇന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ എന്താണ് ഈ വാല്യുബിളായിട്ടുള്ള ആൾക്കാരുടെ വ്യത്യാസം? ലോകത്ത് വിജയിച്ച മനുഷ്യരുടെ വ്യത്യാസം, അവർ കുറച്ചുകൂടി നോളജബിളാണ്. അവർക്ക് കുറച്ചുകൂടെ അവർ പഠിച്ച കാര്യങ്ങളെ കുറച്ചുകൂടെ അപ്ലൈ ചെയ്യാൻ അറിയാം. അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാനൊരു കോളേജിലെ സൈക്കോളജിയുടെ ഒരു അധ്യാപകനോട് സംസാരിക്കായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ കോളേജിലെ മെൻ്റൽ ഹെൽത്തൊക്കെ നിങ്ങൾക്ക് വിചാരിച്ചാൽ ഒന്ന് പഠിക്കാനും അതിനെക്കുറിച്ചൊക്കെ കുറേ ഡേറ്റ ഒക്കെ എടുക്കാനും വേണ്ടി വന്നാൽ അതിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും ഒക്കെ നിങ്ങൾക്ക് കഴിയില്ലേ? അപ്പോൾ പുള്ളി പറയുന്നത്, പുള്ളിക്ക് തിയറി അല്ലാതെ യാതൊന്നും ചെയ്ത് പരിചയമില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മളുടെ വാല്യൂ കൂടുന്നത് എപ്പോഴാണ്? നമുക്ക് നോളജ് ഉണ്ടാകുമ്പോൾ, ആ നോളജിനെ അപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും, നമുക്ക് സ്കിൽസ് ഉണ്ടാകുമ്പോൾ, നമ്മൾ തന്നെ നമ്മളെ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് നിലനിർത്തുമ്പോൾ, നല്ല വാല്യൂസിൽ നിലനിർത്തുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല. നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ വാല്യൂ നമ്മൾ തന്നെയാണ് കൂട്ടേണ്ടത്. നമ്മുടെ വാല്യൂ കൂടുന്ന ചില നിലപാടുകളുള്ളവർക്ക് നല്ല വാല്യൂ ഉണ്ട്. ആ നിലപാട് ഉള്ള ആളായി മാറണമെങ്കിൽ നല്ല കറേജ് വേണം. ഞാൻ ഇന്നലെ കോളേജിൽ സംസാരിക്കുമ്പോൾ കുട്ടികളോട് പറഞ്ഞ ഒരു കാര്യമാണ്, കറേജ് ടു ഡിഫെൻഡ് യുവർ പേഴ്സണാലിറ്റി, കറേജ് ടു ഡിഫെൻഡ് യുവർ ക്യാരക്ടർ, കറേജ് ടു ഡിഫെൻഡ് യുവർ വാല്യൂസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു സ്ഥലത്ത് ചെന്നെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ആവറേജിലേക്ക്, അവിടുത്തെ ഒരു മീഡിയോക്രിറ്റിയിലേക്ക് നമ്മൾ അഴുകി മാറണ്ട, അല്ലെങ്കിൽ അലിഞ്ഞു ചേരണ്ട. യു മസ്റ്റ് സ്റ്റാൻഡ് ഔട്ട്. നമുക്ക് എവിടെ ചെന്നാലും വ്യത്യസ്തനായി നിൽക്കാൻ കഴിയും. നമ്മൾക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് പറ്റൂ. നമ്മൾ എവിടെ ചെന്നാലും നമ്മളുടെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഒരു കുട്ടി എന്നോട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചാണ്, സാറേ ഈ കോളേജ് അത്ര വലിയ കോളേജൊന്നും അല്ലല്ലോ, ഇവിടെ പഠിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഭാവി കിട്ടുമോ? ഞാൻ പറഞ്ഞു, വലിയ കോളേജാക്കി നിനക്ക് ആ കോളേജിനെ മാറ്റാൻ കഴിയും. എന്താ സംഭവിച്ചാൽ ആ കുട്ടി ആ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. ആ കുട്ടി ആ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആ കോളേജിൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആ കോളേജ് ലൈം ലൈറ്റിലേക്ക് വന്നു. അവൾ പ്രധാനപ്പെട്ട വാർത്തയിൽ വരുന്നു. അവൾക്ക് നല്ലൊരു പ്ലേസ്മെൻ്റ് ഒരു ബാങ്കിൽ കിട്ടുന്നു. അവളുടെ ലൈഫ് കുറേ കൂടെ എക്സലൻ്റ് ആവും. ഇപ്പോൾ അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡിക്കൊക്കെ പോയി ആ കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ വില ഉയർത്തേണ്ടത്, നമ്മളുടെ നിലവാരം ഉയർത്തേണ്ടത്,
നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ആരും നമ്മളെ രക്ഷിക്കാനും പേരൻസിനൊക്കെ പൈസയൊക്കെ തന്ന് വേണേൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമായിരിക്കും. അധ്യാപകർക്കൊക്കെ നമ്മളെ കുറച്ച് ഫെസിലിറ്റേറ്റ് ചെയ്യാനും സഹായിക്കാനും കഴിയും. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ബിൽഡ് യുവർ സെൽഫ്. രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നടത്തിയ കഷ്ടപ്പാടിനെക്കുറിച്ചും ഒരുപാട് എക്സ്ക്യൂസസും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റാൻ പലരും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല. എന്ത് റിസൾട്ട് ഉണ്ടായി, നിങ്ങൾക്ക് എവിടെ വിജയിക്കണമെങ്കിലും നിങ്ങളുടെ റിസൾട്ടുകളെ കാണിക്കണം. എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടായത്, ആ റിസൾട്ടാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. നമ്മൾ കുറേ എഫേർട്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പലരും പറയുന്നതാണ്, സാറേ ഞാൻ നീറ്റിന് വേണ്ടി ഭയങ്കരമായിട്ട് പഠിച്ചു. അതിലൊന്നും കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ചേരാത്ത ഒരു പരീക്ഷയായിരിക്കും അത്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിന് പോലും ചിലപ്പോൾ ആ പരീക്ഷ ചേരത്തില്ല. അവിടെ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തിലാണ്? നമ്മൾ വിചാരിച്ചാൽ ഒരു നല്ല ഒരു റാങ്ക് കിട്ടുന്നത് എന്തിലാണ്? നമ്മൾ വിചാരിച്ചാൽ ഒരു നല്ല നിലവാരം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്തിലാണ്? അവിടെയാണ് നമ്മൾ പോയി പ്രവർത്തിക്കേണ്ടത്. അല്ല കുറേ എക്സ്ക്യൂസ് പറഞ്ഞാൽ കുറേ സിമ്പതി കിട്ടിയത് കൊണ്ട് ആരാണ് ഇതൊക്കെ കേൾക്കാൻ? ആർക്കാണ് താല്പര്യം? ആർക്കും താല്പര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, റിസൾട്ടാണ് നമ്മളെക്കുറിച്ച് ലോകത്ത് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വേൾഡ് കപ്പ് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ റിസൾട്ട് മാറ്റേഴ്സ്, നത്തിങ് എൽസ്. വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ എത്ര വലിയ രാജ്യമാണെന്ന് ജർമ്മനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ഞങ്ങൾ ഭയങ്കര ഷൂട്ടേഴ്സാണ്, ഞങ്ങൾ ഇൻഡിവിജ്വലി ഭയങ്കര റേറ്റിംഗ് ഉള്ള കളിക്കാരാണ്. ഒരു കാര്യമില്ല. ആസ് എ ടീം നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്തത്? ഇല്ലെങ്കിൽ വീട്ടിൽ പോവാം, അത്രയേ ഉള്ളൂ. ഇത് ഒരു ബ്രൂട്ടൽ ട്രൂത്താണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നിടത്ത് നമ്മൾ പ്രവർത്തിച്ച് ആ റിസൾട്ട് കാണിച്ചു കൊടുക്കുക. അത് മാത്രമേ ലോകം വിശ്വസിക്കത്തുള്ളൂ. എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര ആകുലതയാണ്, ഭയമാണ്. ഞാൻ പറഞ്ഞു, വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്നൊരു ഡോക്ടറിനെ പോയി കാണുക. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ ഡോക്ടറെ കണ്ട് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിത് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എക്സ്ക്യൂസും പറഞ്ഞ് അവിടെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി. മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരാളാണ്, കല്യാണം കഴിച്ചിട്ട് അധികം ദിവസം ആയിട്ടില്ല. ഭാര്യയെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്ത് സംസാരിച്ചു. ഭാര്യ വീട്ടിൽ പോയി. എന്നിട്ട് പുള്ളി പറയുന്നത്, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പൊട്ടിത്തെറിക്കും. ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ചാൽ ഭാര്യ വീട്ടിൽ പോകും, അത്രയേ ഉള്ളൂ. അത് അവക്കെന്താ എന്നെ മനസ്സിലാക്കും? പിന്നെ അവളുടെ ജോലിയല്ലേ ഇയാളെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. ഒരു പ്രാവശ്യം ചിലപ്പോൾ മനസ്സിലാക്കാൻ ഈ പെൺകുട്ടിയും ചിലപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരിക്കും. അവർക്കും ദേഷ്യം വരും. അവരവരുടെ വീട്ടിൽ പോയി. ഇന്ന് വിളിച്ച ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ എൻ്റെ മോൻ വളരെ നല്ലവനാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൻ പൊട്ടിത്തെറിക്കും. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് പ്രശ്നങ്ങളുണ്ടാവും. അത് കാരണം അവൻ്റെ ഭാര്യയുമായിട്ട് പ്രശ്നമാണ്, അവൻ്റെ ജോലിക്ക് പ്രശ്നമാണ്, അവൻ എല്ലായിടത്തും പ്രശ്നമാണ്. ആരും അവനെ മനസ്സിലാക്കുന്നില്ല. ഇതാണോ അതിൻ്റെ ആൻസർ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. നമ്മളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. Go to a doctor or a counselor or a psychologist. Take help. Try to reverse yourself. നമ്മളെ എല്ലാവരും മനസ്സിലാക്കിക്കോണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ പണ്ടാണ്. ആ കുട്ടിക്ക് അതൊക്കെ മനസ്സിലാക്കി ഒന്ന് സഹിച്ച് ജീവിച്ചൂടെ എന്നാണ് ഒരാൾ എന്നോട് ചോദിച്ചത്. അങ്ങനെയൊന്നും സഹിച്ച് ജീവിക്കാനൊന്നും ഇനി ആരെയും കിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പയർ ചെയ്തോണം. റിപ്പയർ ചെയ്താൽ ആൾക്കാർ നിങ്ങളുടെ കൂടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. ഇതെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ട് ചാരി വയ്ക്കാൻ പറ്റുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതൊക്കെ പണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടക്കില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എല്ലാവർക്കും ഡിഗ്നിറ്റി ഉണ്ട്, എല്ലാവർക്കും വാല്യൂ ഉണ്ട്, എല്ലാവർക്കും റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നവരാണ്, എല്ലാവർക്കും റെക്കഗ്നീഷൻ ആഗ്രഹിക്കുന്നവരാണ്. സോ ഇഫ് യു കാൺ കൺട്രോൾ യുവർ മൈൻഡ്, ഇഫ് യു കാൺ കൺട്രോൾ യുവർ ഇമോഷൻസ്, ഇറ്റ്സ് യുവർ ഫോൾട്ട്. ഇത് നേരെയാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കി ഇടപെടണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ കൂലിക്ക് അങ്ങനെയുള്ള ആളിനെ ഇടയ്ക്കിടയ്ക്ക് വെക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഈ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. പല ആൾക്കാരുടെയും പ്രോബ്ലം അതാണ്. അവർക്കൊരു നോ പറയാൻ അറിയില്ല. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി അങ്ങ് ജീവിക്കുക. ഓഫീസിലൊക്കെ അങ്ങ് നൈസാകാൻ ശ്രമിക്കുക. വീട്ടിലൊക്കെ അങ്ങ് ഭയങ്കര നോബിളാകാൻ ശ്രമിക്കുക. എല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്യും നമ്മളെ. പലപ്പോഴും നമ്മൾ കാണുന്നത് ഓഫീസിലൊക്കെ ഇച്ചിരി ടഫായിട്ടുള്ള ആൾക്കാർക്കാണ് പ്രൊമോഷൻ കിട്ടുന്നത്. ഇപ്പം ഞാനൊരു HR മാനേജറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ അസർട്ടീവായിട്ടുള്ളവരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ആ ഹയർ പോസ്റ്റിൽ അസർട്ടീവ്നെസ് ഉണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ നൈസായിട്ടുള്ള ആൾ പ്രൊമോട്ട് ചെയ്യപ്പെടത്തു പോലുമില്ല. വളരെ നൈസായിട്ടുള്ള ഒരാൾ താഴത്തെ പോസ്റ്റിലാണ് സ്യൂട്ടബിൾ. നമ്മളെന്നും ഒരു വില്ലിങ് ഡോങ്കി ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെന്നും എല്ലാ പണിയും ചെയ്യുന്ന ഒരാളായിട്ട് വളരെ നൈസായിട്ടിരുന്നാൽ യു ഡോണ്ട് ഗെറ്റ് റെസ്പെക്റ്റഡ് ഓർ റെക്കഗ്നൈസ്ഡ്, യു ഡോണ്ട് ഗെറ്റ് സെലക്റ്റഡ് ഫോർ എ പൊട്ടൻഷ്യൽ പോസ്റ്റ് ലേറ്റർ.
ഒരുപാടങ്ങ് നൈസ് ആവണ്ട. ഒരുപാട് നൈസായാൽ മറ്റുള്ളവർക്ക് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിചാരമാണ് നമ്മൾ ഒരുപാടങ്ങ് നൈസായാൽ വളരെ നല്ലതാണ്. ഒരു കാര്യമില്ല, എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയും, വെറുതെയാണ്. അങ്ങനെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിക്കാനായിട്ട് ഇരിക്കേണ്ട. നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കണം. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണം. നമുക്ക് ഒത്തിരി എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനൊന്നും ഇരിക്കണ്ട. എല്ലാവരുടെയും അംഗീകാരമൊന്നും നമുക്ക് ആവശ്യമില്ല. ആരാണ് ഈ എല്ലാവരുടെയും അംഗീകാരത്തിനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ഒക്കെ നടക്കുന്നത്? പലപ്പോഴും വീക്കായിട്ടുള്ളവരാണ്. സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ഒരു ഇമേജും ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ഒരു 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 പിന്നെ വാലിഡേഷനും മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് ആവശ്യമില്ല. പിന്നെ അതൊക്കെ ഉണ്ടേ നല്ലതാണ് എന്നേ ഉള്ളൂ. അത് നിർബന്ധമൊന്നും ആക്കേണ്ട കാര്യമില്ല, വളരെ പ്രധാനമാണ്. അതുപോലെ പലപ്പോഴും ഇന്ന് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാകുന്നത് മീഡിയോക്രിറ്റിക്കാണ്. നമ്മൾ നിലവാരമില്ലാത്ത ഒരു ആളായിട്ട് ഒരു രംഗത്ത് നിന്നാൽ നമുക്ക് പെട്ടെന്ന് ജോലി പോകും. ആർക്കാണ് ഈ ജോലി പോകുന്നത്? ജോലി പോകുന്നതെല്ലാം നിലവാരം കുറഞ്ഞ ആൾക്കാർക്കാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് ഞാൻ കോളേജിലും കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ എക്സൽ ചെയ്യാം അതാണ് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ഫീൽഡിലോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. സാറേ എന്താണ് എൻ്റെ ഫീൽഡ്? എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ്. മീഡിയോക്രിറ്റിയാണ് അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ്. ഇപ്പോൾ നിലവാരമില്ലായ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി നഷ്ടപ്പെടും. ഏത് ഫീൽഡിലും അത് തന്നെയാണ് സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ ഉച്ചയ്ക്ക് കയറി. അവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്, ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഞാൻ അവിടെ ഒരു പിന്നെ KSEBയുടെ ഒരു ട്രെയിനിങ്ങിനായിട്ട് ഒരു സ്ഥലത്ത് പോയതാണ്. അപ്പോൾ ലഞ്ച് ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിക്കാനായിട്ട് വെളിയിലേക്ക് പോയി ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. പക്ഷെ അവർക്ക് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ല ചൂട് കാപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കാപ്പി സാറേ ഉച്ചയ്ക്ക് ഇല്ല. എന്ത് മോശമായ കാര്യമാണ്. ഒരു കാപ്പി ഉണ്ടാക്കാൻ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റവ് ഒന്നും വേണമെന്നില്ല. ഒരു ഇൻഡക്ഷൻ സ്റ്റൗവിൽ പോലും നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് ഒരു കോഫി ഉണ്ടാക്കി ഒരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. നോ പറയുന്നത് ഒരു ബിസിനസ് അല്ല. ആ ബിസിനസ് പോയി. ഞാൻ ഇപ്പോൾ അവിടെ ചെന്ന് ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു സർവീസിനായിട്ട് ചെല്ലുമ്പോൾ എന്നെ സെർവ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ഞാൻ 10 പേരോട് ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം ഞാൻ ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? ഇപ്പോൾ വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം, എൻ്റെ ട്രെയിനിങ് നടക്കുന്നത് വേറൊരു ഹോട്ടലിലാണ്, അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്നാൽ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ അടുത്ത സെഷൻ എടുക്കുന്നതിന് മുമ്പ് ആ റെസ്റ്റോറൻറ്റിലൊന്ന് കയറിയിട്ട് ഒരു കോഫി ഓഫർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, സാറേ ലഞ്ച് ടൈമിൽ ഞങ്ങൾക്ക് ജ്യൂസ് മാത്രമേ ഉള്ളൂ. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഹാളിൽ, അവിടുത്തെ ഒരു കോൺഫറൻസ് ഹാളിലെ ചീഫ് ഗസ്റ്റാണ്. ഞാൻ അവിടെ ഒരു കോഫി ചോദിച്ചിട്ട് അവർക്ക് തരാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സുകളൊക്കെ വളരുക? നമ്മളുടെ ജീവിതമൊക്കെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുക? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു എക്സലൻ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ നിന്ന് കൂടുതൽ വിജയങ്ങളുണ്ടാകും. മീഡിയോക്രിറ്റി എല്ലാ രംഗത്തും തകർച്ചയാണ്. അതുകൊണ്ടാണ് ബിസിനസ്സുകളൊക്കെ പൂട്ടിപ്പോകുന്നത്. ഈ സ്റ്റാർട്ടപ്പുകളെ പറ്റിയൊക്കെ പറയുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയൊക്കെ ടോക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളിലൊക്കെ 10% വിജയിക്കുന്നുള്ളൂ. കാരണം ആ 10% ഡെലിവറി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചുമ്മാ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു. ഇതാണ് പ്രശ്നം. സാറേ ഉച്ചയ്ക്ക് പറ്റത്തില്ല, വൈകുന്നേരം പറ്റത്തില്ല. ഈ പറ്റത്തില്ല എന്ന് പറയുന്നവൻ എവിടെയാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക? ആൻഡ് അനദർ ആസ്പെക്റ്റ് ഈസ് ഈ കംഫോർട്ട് സോണിലിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാം കംഫോർട്ട് സോണിലിരിക്കാനാണ് ശ്രമിക്കുന്നത്. പലരും ബിസിനസ്സൊക്കെ തുടങ്ങി ഒരു കംഫോർട്ട് സോണിലിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞ് നാളെ ബിസിനസ് ഉണ്ടാവണമെന്നില്ല. നമുക്ക് ഇന്ന് വിജയം കിട്ടുന്ന സമയത്ത് തന്നെ നാളത്തേക്കുള്ളൊരു പൈപ്പ് ലൈനിൽ നമ്മൾ കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടേയിരിക്കണം. റെസ്റ്റ് എടുത്ത് പോയാൽ തീർന്നു. നമുക്ക് ജീവിതത്തിൽ എവിടെ വിജയിക്കണമെങ്കിലും, ഇപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ്സുണ്ട്, എൻ്റെ നാളത്തെ ക്ലാസ്സുകളും മറ്റന്നാളത്തെ ക്ലാസ്സുകളെ പറ്റിയൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഫ്യൂച്ചറിലുള്ള എൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം. ടെക്നോളജിയും മറ്റും എൻ്റെ ഫീൽഡിൽ വരുമ്പോൾ എനിക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നാളത്തേക്കുള്ള ധാരാളം വായനകളും നോളജ് പ്രിപ്പറേഷൻ, കണ്ടൻറ് പ്രിപ്പറേഷൻ, ഡേറ്റ അനാലിസിസും ഒക്കെ ഞാൻ നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ എനിക്ക് ഫ്യൂച്ചറിൽ നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ കംഫോർട്ട് സോണിൽ നമുക്കിപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ കംഫോർട്ട് സോണിൽ ഇരുന്നാൽ ഈ കംഫോർട്ട് സോണിൻ്റെ ഒരു വലിയ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഇറ്റ് കിൽസ് യുവർ പൊട്ടൻഷ്യൽ ചാൻസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ സാധ്യതകളെ എല്ലാം ഇല്ലാതാക്കും. നിങ്ങൾ നല്ല പൊട്ടൻഷ്യലുള്ള ഒരാളായിരിക്കും, പക്ഷേ ഒരു കംഫോർട്ട് സോണിലാണ് ഇരിക്കുന്നതെങ്കിൽ പതുക്കെ നിങ്ങളുടെ പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഡ്രൈ ഡൗൺ. സോ ബ്രേക്ക് യുവർ കംഫോർട്ട് സോൺ. നിങ്ങളുടെ കംഫോർട്ട് സോണിന് വെളിയിലാണ് നിങ്ങളുടെ സാധ്യതകൾ വളരുന്നത്. ഒരു കംഫോർട്ട് സോണിൽ ഒരാളിരുന്ന പല ആൾക്കാരും ജോലി കയറിയിട്ട് ആ ഒരു കസേരയിൽ അങ്ങ് ഇരിക്കുകയാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. പലരും ഒരു കസേരയിൽ കയറി ഈ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നതാണ് മാനേജർ എന്നാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ അയാൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആളാണ്. നാളെ എങ്ങനെയാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്, മറ്റേനാൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്.
വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. പഠിക്കുന്ന കുട്ടികളോടും എനിക്കതാണ് പറയാനുള്ളത്. നമ്മളൊരു ഗ്രാജുവേഷനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാട്ട് ഈസ് മൈ നെക്സ്റ്റ് അസൈൻമെൻറ്റ്? ഇത് ഹയർ സ്റ്റഡിക്കാണോ പോകാൻ പോകുന്നത്, ജോലിക്കാണെങ്കിൽ അതിന് വേണ്ട സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഹയർ സ്റ്റഡിക്കാണ് പോകുന്നതെങ്കിൽ അതിന് വേണ്ട എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ അതിന് വേണ്ട എൻട്രൻസ് കോച്ചിങ് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ടോ? ഏത് ഫീൽഡിലോട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്, ആ ഫീൽഡിന് വേണ്ട അട്രിബ്യൂട്ട്സ് എന്താണ്, ക്വാളിറ്റീസ് എന്താണ്, ട്രേറ്റ്സ് എന്താണ്, ഇതൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? നമ്മൾ കംഫർട്ട് സോണിൽ ഫസ്റ്റ് ഇയർ ആണ്, സെക്കൻഡ് ഇയർ ആണ്, തേർഡ് ഇയർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നാട്ടിലെ ഡിഗ്രിക്കെല്ലാം ഗുണമില്ല, നാട്ടിലെ ഒന്നിനും കാര്യമില്ല. അപ്പോൾ അമേരിക്കയിൽ പോയാലേ ശരിയാവുള്ളൂ. അമേരിക്കയിൽ പോയാൽ മനുഷ്യന് തീ പിടിച്ച പോലെ ഓടണം. അപ്പോൾ ആ ഓട്ടം ഇവിടെ ഓടാമെങ്കിൽ ഇവിടെയും നമുക്ക് വിജയിക്കാം. നമ്മൾ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എല്ലാം ഡ്രൈഡപ്പ് ആകും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരുടെയും ജീവിതത്തിൽ വരുന്നൊരു കുഴപ്പം അതാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. ഒരു കാര്യമില്ല, ഞാൻ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അസൂയ, കുശുമ്പ് ഇതൊരിക്കലും നമ്മളെ വളർത്തത്തില്ല. ഈ അസൂയയും കുശുമ്പുള്ള ആൾക്കാരൊക്കെ ഒരു 40 വയസ്സാകുമ്പോഴത്തേക്ക് നല്ല രോഗികളായി കഴിയും. അവർക്കില്ലാത്ത ഒരു അസുഖം കാണും. ഈ അസൂയയും കുശുമ്പും കൊണ്ട് ഒരു കാര്യമില്ല. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ളവരുമായിട്ടൊരു കമ്പാരിസൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആരുമായിട്ടൊരു കോമ്പറ്റീഷൻ ഇനിയുള്ള കാലത്ത് ആവശ്യമില്ല, ഒരു കാര്യമില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഈ സാറിൻ്റെ ഫീൽഡിലൊക്കെ ഒരുപാട് പേരിൽ എന്ത് കാര്യം? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. നമ്മൾ വളരെ ഡിഫറെൻ്റാണ്. വേറെ ആരും എന്നെപ്പോലെ അല്ല. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുക, മറ്റുള്ളവർ ചെയ്യാനുള്ളത് അവർ ചെയ്യട്ടെ. മറ്റുള്ളവരോട് മത്സരിക്കാൻ പോകേണ്ട യാതൊരു കാര്യമില്ല. കഴിയുന്നത്ര കൊളാബറേറ്റ് ചെയ്യുക, എല്ലാവരുമായിട്ട് സഹകരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും ചെയ്യാവുന്ന ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുക. അവർ നമുക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. എൻ്റെ അടുത്ത് ആരെന്നെ ഹെൽപ്പ് ചോദിച്ചാലും ഞാൻ അവർക്കൊക്കെ എനിക്ക് ചെയ്യാവുന്ന, എൻ്റെ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാർക്കും എനിക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഈ വീഡിയോസ് പോലും അവർക്കൊക്കെ പലരും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, സാറ് ഒരു ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു, സാറിൻ്റെ വീഡിയോ കേട്ടോണ്ടാണ് പോയത്, ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. നല്ല കാര്യം. അപ്പോൾ ഇത് നമുക്ക് പല ആൾക്കാർക്കും ഒരു ഡിജിറ്റൽ കണ്ടൻറ്റ് പിന്നെ ഇത്രയും ക്രിയേറ്റ് ചെയ്തിടാനൊക്കെ പലർക്കും അറിയില്ല. ഞാൻ ഈ ഡിജിറ്റൽ കണ്ടൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരുന്നുണ്ട്. ഏത് ഫീൽഡിൽ ഒരു ടോക്കിന് പോകേണ്ടവർക്ക് അതെടുത്ത് കണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്കും പെട്ടെന്ന് റെഡി റെക്കണറായിട്ട് കിട്ടും. നമുക്കിതെല്ലാം കൊടുക്കാം, നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്യാം, എല്ലാവരുമായിട്ട് സഹകരിക്കാം. അങ്ങനെയല്ലേ ലോകം വളരുന്നത്? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കോമ്പറ്റീഷൻ? എന്തിനാണ് അസൂയ? എന്തിനാണ് ഈ ദാരിദ്ര്യ ചിന്ത? ഒരാവശ്യവുമില്ല. പലപ്പോഴും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ അസൂയയും കുശുമ്പുള്ള ആൾക്കാർ പെട്ടെന്ന് രോഗികളാവും. അവർ മുരടിക്കും, അവർക്ക് വളർച്ചയുണ്ടാവില്ല. അമിതമായ ഈഗോ, അമിതമായ ജലസി, അമിതമായ കോംപ്ലക്സ്, ഇതെല്ലാം നമ്മളെ പരിമിതപ്പെടുത്തുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന നെഗറ്റീവായിട്ടുള്ള ട്രേറ്റ്സാണ്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ മാറ്റാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നമ്മൾ ഒന്നുകിൽ നമ്മളുടെ സ്വപ്നത്തിന് പുറകെ പോവുക, ഇല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ മാറ്റിവെക്കുക. പല ആൾക്കാരും വലിയ സ്വപ്നങ്ങളെ താലോലിച്ച് നടക്കുന്നവരാണ്. ഇത് വലിയൊരു കുഴപ്പമാണ്. ഈ സ്വപ്നങ്ങളെ താലോലിച്ച് നടക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അവരാണ് നിരാശരാകുന്നത്. വലിയ സ്വപ്നങ്ങളുമായിട്ട് നടക്കും. ഏത് വലിയ സ്വപ്നവും അത് രണ്ട് കാര്യങ്ങൾ ഒരു സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. വാട്ട് ഈസ് ദ റിയാലിറ്റി അറൗണ്ട് യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നത്തിന് ചുറ്റുമുള്ള യാഥാർത്ഥ്യം എന്താണ്? ആ സ്വപ്നം അച്ചീവ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്കുണ്ടോ? അതിനു വേണ്ട പ്ലാനിങ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതിനായിട്ട് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ സ്വപ്നം താഴോട്ട് വയ്ക്കുക. ഇപ്പോൾ CA പഠിക്കണം, എനിക്ക് CA ആവണമെന്ന് പറഞ്ഞാൽ CA ചുമ്മാതാവാൻ പറ്റില്ല. ഒരാൾക്ക് CA ആവണമെങ്കിൽ അതിനനുസരിച്ചുള്ള വലിയ ഡീപ്പ് പ്രിപ്പറേഷൻ വേണം. അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കണം. അതിനുവേണ്ടിയൊക്കെ വലിയ എഫേർട്ടുകൾ ഇടണം. ചുമ്മാ ഒന്നും ആർക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാൻ പറ്റില്ല. ചുമ്മാ ഒരാൾക്ക് സിവിൽ സർവൻ്റ് ആകാൻ പറ്റില്ല. ചുമ്മാ ഒരാൾക്ക് ഒരു IIT പോയി പഠിക്കാൻ പറ്റത്തില്ല. വലിയ വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കാര്യം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്വപ്നം ഒന്ന് കുറയ്ക്കുക, സ്വപ്നത്തിൻ്റെ വലിപ്പം കുറയ്ക്കുക. നിങ്ങളുടെ ലെവലിനനുസരിച്ച് ആ സ്വപ്നത്തിൻ്റെ വലിപ്പം കുറയ്ക്കുക. ഇപ്പോൾ IIT എന്ന് പറയുന്നത് മാറ്റിയിട്ട് നമുക്കൊരു എഞ്ചിനീയർ ആയാൽ മതി എന്ന് വയ്ക്കുക. അപ്പോൾ പിന്നെ പ്രോബ്ലം ഇല്ല. പക്ഷേ ഒരു IIT എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനായിട്ടുള്ള വലിയ എഫേർട്ടുകൾ നമുക്ക് ആവശ്യമാണ്. ഒന്നുകിൽ എഫേർട്ട് കൂട്ടുക, അല്ലെങ്കിൽ സ്വപ്നം കുറയ്ക്കുക. അപ്പോൾ വാട്ട് ഈസ് ദ റിയാലിറ്റി അറൗണ്ട് യുവർ ഡ്രീം? ഡ്രീംസ് നല്ലതാണ്.
ചുമ്മാ അതൊന്നും ആർക്കും ഡ്രീമിലെത്താനൊന്നും പറ്റില്ല. നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ പലരെ പറ്റിയും പറയുന്നു, ഓ അവന് ഭയങ്കര ഭാഗ്യമാണ്, അവനെല്ലാം അച്ചീവ് ചെയ്തു. ഭാഗ്യം നമ്മൾ ദൂരെ നോക്കുമ്പോൾ അത് ഭാഗ്യമാണെങ്കിലും അവരെ സംബന്ധിച്ച് അത് അവരുടെ ഏണസ്റ്റ് എഫേർട്ടിൻ്റെ റിസൾട്ടാണ്. വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ജീവിതത്തിലെ കാഠിന്യങ്ങളും പ്രയാസങ്ങളും തിരിച്ചടികളും തോൽവികളും ഒക്കെ ഉണ്ടാവും. ഇതില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോൽവികളും പരാജയങ്ങളും വീഴ്ചകളും പ്രതിസന്ധികളും വരാത്ത ഒരു മനുഷ്യരും ഇല്ല. അത് ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും വരുന്നത്. ചിലർക്കത് വളരെ നേരത്തെ ആയിരിക്കും, ചിലർക്ക് ഒരു മിഡിൽ ഏജിലായിരിക്കും, ചിലപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റേജിലായിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ആ റെസ്പോൺസിബിലിറ്റി എടുക്കാതെ ഓടിപ്പോവാം, അല്ലെങ്കിൽ തിരിഞ്ഞു നിന്ന് അതിനെ നേരിടാം. ഞാൻ ഒരു കാര്യം പറയാം, ലോകത്ത് വലിയ ആൾക്കാരായവരെല്ലാം തിരിഞ്ഞു നിന്ന് നേരിട്ടവരാണ്, ഒരു സംശയമില്ല. തിരിച്ചടികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരൊക്കെ ഒരു മീഡിയോക്രിറ്റിയാണ്. ഇതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊന്നുമില്ല, ഈ രാജ്യം കൊള്ളത്തില്ല, കേരളം കൊള്ളത്തില്ല, ഇവിടെ ജോലിയില്ല, ഇവിടെ ജോലി ചെയ്താൽ ശമ്പളം കിട്ടത്തില്ല, ഇവിടെ ജോലിക്ക് സെക്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആൾക്കാരും ഇവിടുന്ന് ഓടുന്നത്. ഈ ഓടുന്നവരിൽ എത്ര പേര് ജീവിതത്തിൽ വിജയിക്കുന്നുണ്ട്? സത്യം പറഞ്ഞാൽ ഈ ഓടിയവരാരുമല്ല വിജയിക്കുന്നത്. വിദേശത്ത് പോലും പോയി വിജയിച്ചത് ഇവിടുന്നൊക്കെ വലിയ എഫേർട്ടുകൾ ഇട്ട് അതിൻ്റെ പേരിൽ ഒരു അംഗീകാരം എന്ന നിലയിൽ വിദേശ രാജ്യത്ത് പോയവരാണ്. പലപ്പോഴും ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്കോളർഷിപ്പോട് പോയവരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ചീവ്മെൻറ്റിൻ്റെയൊക്കെ പേരിൽ, അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്ത പേപ്പറിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ പിന്നെ റിസൾട്ടിൻ്റെയൊക്കെ പേരിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ അവസരങ്ങൾ കിട്ടിയ ആൾക്കാരാണ് വിദേശത്തും പോയി വിജയിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഈ തോറ്റോടിയവരാരും അവിടെ ചെന്നിട്ടൊന്നും വിജയിച്ചിട്ടൊന്നുമില്ല. പിന്നെ കഴിഞ്ഞുകൂടുന്നുണ്ട്, അതിവിടെ അവർക്ക് കഴിഞ്ഞുകൂടാ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മളൊന്ന് നോക്കിക്കേ, ഇവിടുത്തെ സാഹചര്യങ്ങളിൽ തിരിഞ്ഞു നിന്ന് പോരാടിയ ധാരാളം ആൾക്കാരുണ്ട്. എത്രയോ ബിസിനസ്സുകൾ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ എല്ലാം പരാജയമാണെന്ന് പറയുമ്പോഴും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ധാരാളം ബിസിനസ്സുകൾ ഇന്നും കേരളത്തിലുണ്ട്. അതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. എത്രയോ പേര് പ്രൈവറ്റ് സെക്ടറിൽ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് മാത്രമല്ലല്ലോ, എത്രയോ പേര് ജോലി ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ സൃഷ്ടിച്ച ആൾക്കാർ ആ തിരിഞ്ഞു നിന്ന് പോരാടിയവരാണ്. ഇന്ന് സ്റ്റാർട്ടപ്പിലൊക്കെ ധാരാളം ആൾക്കാർ വന്നിട്ട് നല്ല നല്ല വെഞ്ചേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് ഒരുപാടില്ല. എന്താണ്, ജനറൽ സൈക്കേ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഒരുപാടുണ്ടാകാറ്. ഞാൻ ചെറുപ്പക്കാരോടും കുട്ടികളോടും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്ത് മറ്റെവിടെയുള്ള പോലെ സാധ്യത നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ കഷ്ടപ്പെടണം. വിദേശത്ത് പോയിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്, ഒരു കഷ്ടപ്പാടിനും അവിടെ കുറവില്ല. അതേ കഷ്ടപ്പാട് ഇവിടെയും നടത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് നല്ലതാണെങ്കിൽ ഈ ലോകത്ത് മാർക്കറ്റുണ്ട്. നിങ്ങൾ എന്ത് സേവനം ചെയ്താലും അത് നല്ലതാണെങ്കിൽ, കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങളത് ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ അതിന് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് മാനവിക രംഗത്തും ടെക്നോളജി രംഗത്തും സേവന രംഗത്തും ഏത് പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തും ഒക്കെ ഇവിടെ വിജയിക്കാൻ പറ്റും. മറ്റെല്ലാ രാജ്യം പോലെ തന്നെ ഈ രാജ്യത്തും അവസരങ്ങളുണ്ട്. പിന്നെ ഈ രാജ്യത്ത് പോരായ്മകളില്ലെന്നല്ല, പോരായ്മകളെ പതുക്കെ മാറ്റിക്കൊണ്ടുവരാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവണം. നിങ്ങളിൽ വിശ്വസിക്കണം. ഇച്ചിരി കഠിനമായിരിക്കും ഇവിടുത്തെ സാഹചര്യങ്ങൾ, എന്നാലും അതിന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ്, നമ്മളുടെ സമയത്തെ നമ്മൾ വളരെ ഇമ്പോർട്ടൻസിൽ കൈകാര്യം ചെയ്യണം. എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ ആ ഡെഡ് ലൈൻ കഴിഞ്ഞാണ് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ചെറിയ പ്രായത്തിൽ ഡെഡ് ലൈൻസിനെ ഓണർ ചെയ്യാൻ കഴിയണം. നമ്മൾ കൃത്യമായി പ്രോമിസുകളെ ഓണർ ചെയ്യാൻ കഴിയണം. പല ആൾക്കാരുടെയും ജീവിതത്തിലെ ഒരു പ്രോബ്ലം, പ്രോമിസ് ഓണർ ചെയ്യാൻ പറ്റുന്നില്ല, ഡെഡ് ലൈൻ ഓണർ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റൊക്കെ വളരെ നേരത്തെ തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 30-ാം തീയതിയാണ് നിങ്ങൾക്ക് ഒരു 15 ബിസിനസ് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ജോലിയിൽ. നിങ്ങളത് 20-ാം തീയതി നിങ്ങളുടെ പേഴ്സണൽ ബുക്കിലെങ്കിലും അത് 20 അപ്പോൾ ആദ്യത്തെ 20 ദിവസം കൊണ്ട് തന്നെ ആ ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ലാസ്റ്റ് 10 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്ത മാസത്തേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ 30-ാം തീയതി രാവിലെയാണ് പലപ്പോഴും ഉണരുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത്, നിങ്ങളുടെ ടാർഗറ്റ് എന്താണ്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് എന്താണ്, അത് വളരെ നേരത്തെ തന്നെ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അത് ലാസ്റ്റ് മിനിറ്റ് വരെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഈ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുക, ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യുക, ലാസ്റ്റ് മിനിറ്റിൽ ഉണരുക. അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെയുള്ള പ്രശ്നം അതാണ്. ആദ്യത്തെ കളി തോറ്റു, അവസാനത്തെ കളി പിന്നെ വലിയ നിർണായക കളിയായി. അതവിടെ ടെൻഷൻ പിന്നെയും കൂടുകയാണ്. ആദ്യമേ കംഫർട്ടബിളായിട്ട് ജയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവസാനം ഇച്ചിരി റിലാക്സ് ചെയ്യാം, അവസാനം ഇച്ചിരി റിസ്ക്കൊക്കെ എടുക്കാം, ഇനി കളിക്കാതിരിക്കുന്ന പ്ലെയേഴ്സിനെയും കൂടെ ഒക്കെ കളിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരല്പം നേരത്തെ ചെയ്ത് തീർക്കുക. ഈ പ്രൈവറ്റ് സെക്ടറിലൊക്കെയുള്ള സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് യെസ്റ്റർഡേ പോളിസി എന്നാണ്.
നാളെ ചെയ്യാനുള്ളത് ഇന്നലെ തന്നെ ചെയ്തു തീർക്കുക. ഇന്നും അല്ല ചെയ്യേണ്ടത്, നാളെ ചെയ്യാനുള്ളത് ഇന്നലെ തന്നെ ചെയ്തു തീർക്കുക. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ ശരിക്കുള്ള ചലഞ്ച് ടൈം വരുമ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും, പ്രിപ്പയർഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് പ്രിപ്പറേഷൻ ലീഡ്സ് ടു കോൺഫിഡൻസ്. അതാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ ഉയർത്തുന്നത്. ഐ ആം റെഡി ഫോർ ഇറ്റ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ക്ലാസ് എടുക്കാനായിട്ട് രാവിലെ ഇരുന്ന് പഠിക്കുകയല്ല ചെയ്യും. എനിക്ക് എൻ്റെ മേഖല ഇതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രിപ്പയർഡാണ്. ഒരു ഷോർട്ട് നോട്ടീസിൽ പോലും ഒരു ടോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെലിവർ ചെയ്യാൻ ഒരു പ്രയാസമില്ല. കാരണം ഒരുമാതിരിപ്പെട്ട എൻ്റെ മേഖലയിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് എനിക്ക് വളരെ ഗുണം ചെയ്യാറുണ്ട്. ചില സ്ഥലത്തൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ടോപ്പിക്ക് തന്നെ വേറെ ചോദിക്കാറുണ്ട്. സാറേ ഈ വിഷയം കൂടെ ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു പ്രിപ്പറേഷൻ അന്നേരം ചെയ്യാൻ ടൈമില്ല. പക്ഷെ ഞാൻ അവരോട് പറയും. അതുപോലെ തന്നെ വളരെ ഓപ്പണായിട്ട് ഞാൻ എൻ്റെ എല്ലാ പ്രോഗ്രാമിലും വളരെ ഓപ്പണായിട്ട് ആൾക്കാർക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കും. കാരണം ഞാൻ വളരെ പ്രിപ്പയർഡായിട്ടാണ് എല്ലായിടത്തും ചെല്ലുന്നത്. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രിപ്പയർഡായിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ആ തരത്തിൽ പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ, ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ വളരെ ധൈര്യമായി നിൽക്കാൻ കഴിയുന്നത്. എൻ്റെ ചെറുപ്പക്കാരായ യങ്സ്റ്റേഴ്സായ ആൾക്കാരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെ നേരത്തെ തന്നെ നിങ്ങളെ റെഡിയാക്കി നിർത്തുക. അങ്ങനെ ഒരു റെഡിനെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ റെഡി ഫോർ ലൈഫ്, റെഡി ഫോർ ആക്ഷൻ, റെഡി ഫോർ പർപ്പസ്, റെഡി ഫോർ യുവർ കോൺട്രിബ്യൂഷൻ. നിങ്ങൾ അളക്കപ്പെടുന്നത് നിങ്ങൾ ലോകത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ്റെ ക്വാളിറ്റിയിലാണ്, വേറൊന്നുമല്ല. നിങ്ങൾ എന്ത് കോൺട്രിബ്യൂഷനാണ് ലോകത്ത് കൊടുത്തത്, അതിൻ്റെ പേരിലാണ് നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത്. അല്ല നമ്മൾ എന്ത് എഫേർട്ട് ഇട്ടു, നമ്മൾ ആരായിരുന്നു, നമ്മൾ ഏത് ഡിഗ്രിയാണ് പഠിച്ചത്, നമ്മൾ ഏത് കോളേജിലാണ് പഠിച്ചത്, നമ്മൾ എത്ര മാർക്കാണ് വാങ്ങിച്ചത്, ഇതൊന്നും മനുഷ്യൻ ഓർക്കത്തില്ല. അൾട്ടിമേറ്റ്ലി മനുഷ്യൻ ഓർക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്താണ് ലോകത്തിന് സംഭാവന ചെയ്തത്, നിങ്ങൾ എത്ര മനുഷ്യരുടെ ഹൃദയത്തെ സ്വാധീനിച്ചു, നിങ്ങൾ ഈ ലോകത്തൊരു സുഖാനുഭവമായിരുന്നോ അല്ലായിരുന്നോ, ഇത്ര മാത്രമേ ലോകം ഓർക്കുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള സമയം നേരുന്നു. പ്രത്യേകിച്ച് പുതിയ അധ്യയന വർഷത്തേക്കും പുതിയ കോഴ്സിലേക്കും ഒക്കെ ചേർന്ന വിദ്യാർത്ഥികൾക്കൊക്കെ എല്ലാ ഐശ്വര്യവും വിജയവും നേരുന്നു. ഇത് നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനൊരു കാര്യം വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നു. ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ധാരാളം ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ഈ ഒരു ചാനൽ കുറേ കൂടി പ്രോമിനൻ്റായിട്ട് വളരാൻ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക. എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഹാപ്പി ലിവിങ്.